ഹായ് ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി. ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാലത്ത് ഞാൻ എൻ്റെ അപ്പെക്സിൻ്റെ സൈറ്റുകൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വരുമാനം കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. ഏതൊരു സാധാരണക്കാരനും ഏത് ബിസിനസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് അപ്പെക്സ് ടോക്കൺ. ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ഒരാളെ കൊണ്ടുവന്നില്ല എങ്കിലും നമുക്ക് കഴിയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് നമുക്ക് ഇതിലൂടെ നല്ല ഏൺ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നന്നായി വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പെക്സ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഇന്ന് ഞാൻ എൻ്റെ ID ഓപ്പൺ ചെയ്തു. മെയിൻ ID ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ എൻ്റെ മെയിൻ ID ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നോക്കാം നമുക്ക്. ഞാൻ എൻ്റെ മെയിൻ ID ഓപ്പൺ ചെയ്യുകയാണ്. അതിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് ഞാൻ എൻ്റെ മെയിൻ ID ഓപ്പൺ ചെയ്തു. കാണാം നിങ്ങൾക്ക് ഇവിടെ എൻ്റെ പേര് കാണാം, എൻ്റെ ഫസ്റ്റ് ID നമ്പർ ഇവിടെ കാണാം. 63.98. നിങ്ങൾ മനസ്സിലാക്കുക, $63 എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് കേട്ടോ. 63 × 90 നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും. ഇത് ഏതൊരു സാധാരണക്കാരും ചെയ്യാൻ കഴിയുന്നൊരു ബിസിനസ്സാണ്. നമ്മൾ ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ഒരു നിർബന്ധമില്ല. നമ്മൾ ഒരാളെയും ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിർബന്ധമില്ല. നമ്മൾ ആളുകൾ കൊണ്ടുവന്നാൽ അതിൻ്റെ പ്രോഫിറ്റും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഐഡിയയിൽ കാണുന്ന വരുമാനമായി കാണുന്നത് കണ്ടോ. എല്ലാം വ്യക്തമായിട്ട് അപ്പെക്സിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണാൻ കഴിയും. കണ്ടോ. ഇനി എൻ്റെ രണ്ടാമത്തെ ID ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. രണ്ടാമത്തെ ID ഓപ്പൺ ചെയ്ത് നോക്കാം. എൻ്റെ മെയിൻ ഐഡിൻ്റെ ലെഫ്റ്റിലുള്ള മറ്റൊരു ID ഞാനിവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ട്രൈപോഡാണ് കേട്ടോ. മെയിൻ ഐഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ID കണ്ടോ. എൻ്റെ പേരും ആ ID നമ്പറൊക്കെ ഇവിടെ കാണാം. 5.87 കേട്ടോ. 5.87. ഓക്കെ കേട്ടോ. എല്ലാ കാര്യവും വ്യക്തമായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഒരു കളവ് പറയാൻ ഒരാൾക്കും സാധിക്കില്ല. ഇനി ഞാൻ എൻ്റെ മൂന്നാമത്തെ ID ഓപ്പൺ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ട്രൈപോഡിൽ എൻ്റെ റൈറ്റിലൊരു ID ഓപ്പൺ ചെയ്യണം. റൈറ്റിലുള്ള ID ആ റൈറ്റിലുള്ള ID ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അവിടെ ഉള്ളത് 87 ഉണ്ടോ സെൻറ്റാണ്. 0.87 ഉണ്ടോ. 0.87. എൻ്റെ പേരിവിടെ കാണാൻ നോക്കാം. എൻ്റെ മൂന്നാമത്തെ ID ആണത്. എൻ്റെ ട്രൈപോഡിൽ മൂന്നാമത്തെ ID കണ്ടോ. എല്ലാ കാര്യവും ഇവിടെ കാണാം. വ്യക്തമായിട്ട് സൈറ്റ് ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും. ഇനി എനിക്ക് നാലാമത്തെ ID ഉണ്ട്, അത് നോക്കാം. നമുക്ക് ഏത് വ്യക്തികൾ എത്ര ID വേണമെങ്കിലും ഇതിൽ ഫ്രീ ആയിട്ട് അടിച്ചു വെക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. നമ്മളടുത്ത് എപ്പോഴാണോ ക്യാഷ് ഉണ്ടാകുന്നത് ആ സമയത്ത് നമുക്ക് ആക്ടിവേഷൻ ചെയ്താൽ മതി. നമ്മളെ ഭാര്യക്കോ മക്കൾക്കോ നമ്മളെ സുഹൃത്തുക്കൾക്കോ ആർക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ഫ്രീ ആയിട്ട് ID അടിച്ച് വെക്കാം. ID അടിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരാളെ പേര്, മൊബൈൽ നമ്പർ, അയാളെ മെയിൽ ID. ഈ 3 ഡോക്യുമെൻറ്റ്സും ഉണ്ടായാൽ, പേരും മൊബൈൽ നമ്പറും മെയിൽ ID ഉണ്ടായാൽ നമുക്ക് ഏതൊരു വ്യക്തിക്കും ഇവിടെ ഫ്രീ ആയിട്ട് ID അടിച്ച് വെക്കാൻ കഴിയും. ഓക്കെ, ഇനി ഞാൻ എൻ്റെ നാലാമത്തെ ID ഓപ്പൺ ചെയ്യുന്നു കേട്ടോ. എൻ്റെ നാലാമത്തെ ID നമ്പർ ഇവിടെ കാണാം, എൻ്റെ പേര് ഇവിടെ കാണാം കേട്ടോ. 16.5 കേട്ടോ. 16.5 കണ്ടോ നിങ്ങൾ. ഇതും ഇന്ന് കാലത്ത് ഞാൻ സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ വെറും $50 ഈ $50 ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തത്. ഞാൻ 6 മാസമായിട്ട്
അപ്പെക്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഏതൊരു ബിസിനസ് കേട്ടാലും ഞാൻ അതിനെ പറ്റി പഠിക്കും. 6 മാസം ഞാൻ പഠിച്ചു. അങ്ങനെ പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് നജാഫ്, ജിദ്ദയിലുള്ള നജാഫ് സാറ് ഈ ബിസിനസ് എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അപ്ലയൻസായ ബൈജു സാറ്, അതുപോലെ തന്നെ വിനോദ് സാറൊക്കെ ഇതിലെനിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക. പല ആളുകളും പറയാനുണ്ട്, ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാൽ പേടിയാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയുന്നു? ഇപ്പം എല്ലാവരും പറയുന്നൊരു പറച്ചിലാണ് ഇപ്പം അത്. അവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ കുറേ ബിസിനസ്സുകാരുണ്ട്, പല കച്ചവടക്കാരും പല ബിസിനസ്സുകാരും ഉണ്ട് അല്ലേ? അവരൊക്കെ പല ബിസിനസ്സിലും പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ബിസിനസ് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവരാരെങ്കിലും ബിസിനസ് നിർത്തിപ്പോയിട്ടുണ്ടോ? ഞാൻ പറയുന്നത് 90% ആളുകളും മറ്റൊരു ബിസിനസ് ചെറിയ നിലക്കെങ്കിലും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബിസിനസ്സുകാരെ മൈൻഡ് അങ്ങനെയാണ്. അപ്പോൾ അവർ വലിയ ബിസിനസ്സിൽ പൊട്ടിപ്പോയി എന്നതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, പിന്നോട്ടടിച്ചവർ മാറി നിൽക്കൂല ബിസിനസ്സിൽ നിന്ന്. അവർ മറ്റെന്തെങ്കിലും ബിസിനസ് ചെറിയ നിലക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്നതുപോലെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന, ഈ വീഡിയോ കേൾക്കുന്ന പലരും പല ബിസിനസ്സിലും നഷ്ടങ്ങൾ വന്നവരും പരാജയപ്പെട്ടവരൊക്കെ ആയിരിക്കും. അതൊക്കെ സ്വാഭാവികം. പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ അപെക്സിനെ ഒരു 4500 രൂപയെങ്കിലും കൊടുത്ത് നമ്മൾ ഏറ്റെടുക്കുക. വെറും 4500 രൂപ മുടക്കിയാൽ മതി സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം. നമ്മളെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൂട്ടാം. നമ്മളൊരാൾ ബിസിനസ് കൊണ്ടുവരണം ഒരു നിർബന്ധമില്ല. ബിസിനസ്സിലേക്ക് ആളെ കൊണ്ടുവന്നാൽ അതിൻ്റെ പ്രോഫിറ്റും കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ബിസിനസ്സിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്താൽ ഈ ബിസിനസ്സിലേക്ക് എല്ലാവരും കടന്നു വരും. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ടോട്ടലി ഇന്ന് എനിക്ക് കിട്ടിയത് $87.22. $87.22. അതായത് ഇന്ത്യൻ രൂപനെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം $1 എന്ന് പറഞ്ഞാൽ 90 രൂപയാണ്. അങ്ങനെ ഇന്ത്യൻ രൂപയിലേക്ക് ഈ $87.22 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 7849 രൂപ കിട്ടിയിട്ടുണ്ടെന്ന്. 7849 രൂപ. നിങ്ങൾ ആരും ചോദിക്കേ, എനിക്ക് വയസ്സ് 58 ഇന്ന് ഞാൻ ഏത് ജോലിക്ക് പോയാലും ഇത്ര അധികം എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും? ഒരു ബിസിനസ്സിൽ പോയാലും ഒരു ഏർപ്പാടിൽ പോയാലും എനിക്ക് ഇത്ര അധികം ക്യാഷ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ അപെക്സ് ചെയ്യാൻ വയസ്സോ പ്രായമോ ആണോ പെണ്ണോ ഒന്നും വ്യത്യാസമില്ല. നിങ്ങൾക്ക് എന്തൊരു ജോലിയുണ്ട്, ഗവൺമെൻറ് ജോലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലികളുണ്ട്, എന്ത് ജോലി ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ. നിങ്ങൾക്ക് കഴിയുന്ന ഇൻവെസ്റ്റ് ചെയ്യുക.